ഇതാണ് നമ്മൾ പിടിച്ചുകൊണ്ടുവന്ന ഞണ്ട്. ബിനിതാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ അടുത്തുള്ളൊരു കായലിൽ നിന്ന് റിങ് ഉപയോഗിച്ച് ഞണ്ട് പിടിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഞണ്ട് ഉപയോഗിച്ച് നല്ലൊരു കിടിലൻ റെസിപ്പിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ഞണ്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. എടുത്ത് കാണിച്ചു തരാം ഞാൻ. അപ്പം ഇത് ജീവനുള്ള ഞണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം ഞണ്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞണ്ട് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത്. കൂടെ കപ്പയും ചെയ്യുന്നുണ്ട്. ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇന്നിപ്പോൾ ഞണ്ട് നമ്മൾ നേരെ കറിയാണ് തയ്യാറാക്കുന്നത്. കൂടെ കപ്പയും തയ്യാറാക്കുന്നുണ്ട്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ഞണ്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്തെന്ന് കാണിച്ചു തരാം. കാലും പിന്നെ ഞണ്ടൊക്കെ നന്നായിട്ട് ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞണ്ടും നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലീനാക്കിയിട്ട് ഇതേപോലെ മുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി വയ്ക്കാൻ പോവുകയാണ്. ഇപ്പം മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. ഇപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞണ്ട് കറി തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് എടുത്തിട്ടുള്ളത്. സവാള എടുത്തിട്ടുണ്ട്. ഇതൊരു 3 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 തക്കാളി അത് നീളത്തിലരിഞ്ഞത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 കഷ്ണം ഇഞ്ചിയും പിന്നെ 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ചേർക്കുന്ന കാരണം പച്ചമുളക് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കപ്പോൾ ചട്ടി ചൂടായി വരുന്നുണ്ട്. ഇതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്.
ഇതൊന്ന് മൂത്തൊന്ന് വരുമ്പോഴേക്കും സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഞാൻ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കും. സവാള വാടി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വാട്ടിയെടുക്കാം. പിന്നെ നന്നായിട്ട് വാടി വരുമ്പോൾ ഫ്ലെയിം കുറച്ചാൽ മതിയാവും. മൺചട്ടി ആയതുകൊണ്ട് ചൂട് നന്നായിട്ട് കിട്ടും. സവാള പകുതി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇത് തക്കാളി നന്നായിട്ട് വാടി വരണം. അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കുക. നമുക്ക് അതൊന്ന് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം, തക്കാളിക്ക് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. ഇപ്പം തക്കാളി വാടി വന്നിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ടുള്ള മസാലപ്പൊടികളാണ് എടുത്തത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം. മീഡിയത്തിൽ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ഇത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പൊടികളിലൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പൊടികളുടെ മണമൊക്കെ ഒന്ന് വറുത്തൊരു സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കാലും അടിയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഞണ്ട് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഞണ്ട് വേവാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഉപ്പ് കുറച്ചാണ് ചേർത്തത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേവിക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് മസാലയ്ക്ക് ഇതിൻ്റെ എല്ലാ സൈഡിലോട്ടും വരത്തക്ക രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം.
ഇതൊക്കെ നന്നായി തിളച്ചൊന്ന് വരാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. അപ്പം ഞണ്ട് കറി റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് കപ്പ തയ്യാറാക്കാം. അപ്പോൾ കപ്പ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, തോട് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മൺകലത്തിൽ തന്നെയാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പുഴുങ്ങിയെടുത്തിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കപ്പ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് വേവിച്ചെടുക്കാം. കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൺകലത്തിൽ തന്നെ ചെയ്യുന്നത്, നന്നാക്കി വെച്ച കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കപ്പയിലോട്ട് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം. ഇപ്പോൾ കപ്പ മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിക്കാം. കപ്പ മുങ്ങത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ചിട്ടുണ്ട്. അപ്പം കപ്പയിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഞണ്ട് തിളച്ച് വന്നിട്ടുണ്ടാവും. അപ്പം ഞണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞണ്ടിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കാരണം നമ്മൾ ഒഴിച്ച വെള്ളവും ഞണ്ടിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും കൂടെ ആയിട്ട് അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് വേവണം. അപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഞണ്ട് കറി തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കപ്പയോടുകൂടി കഴിക്കാൻ നല്ല കുറച്ച് ചാറുണ്ട് കേട്ടോ. കുറച്ച് ഈ ഇതിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞണ്ടൊക്കെ നന്നായി വെന്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവരും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കപ്പ എന്തായി നോക്കാം. ഈ കപ്പൊക്കെ തിളച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടെന്ന്. നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് നമുക്ക് ഉള്ളി മുളകൊക്കെ താളിച്ച് നമുക്ക് ചേർക്കണം. അപ്പം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് നോക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിൽ ചേർക്കാനായിട്ട് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുണ്ട്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഉള്ളിയും പച്ചമുളകൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കപ്പയുടെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ആവി പറക്കുന്ന കപ്പ തയ്യാറായി കഴിഞ്ഞ് അതുപോലെ ഞണ്ട് കറിയും തയ്യാറായിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടെ കഴിച്ച് നോക്കാം. അപ്പം നമുക്ക് കപ്പയും ഞണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, പാള പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇല വയ്ക്കുന്നുണ്ട്. നല്ല ചൂട് ഉള്ള നല്ല കപ്പ അങ്ങനെ ഇതിലോട്ട് എടുക്കണം.
അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ട് നന്നായി ചേർന്നിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന നല്ല മണം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഞണ്ട് കറിയും കൂടെ എടുക്കാം. ഞണ്ട് കറി ഞാൻ ഇതിലിട്ട് വിളമ്പിയാണ്. നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. മൺചട്ടിയിലായതുകൊണ്ട് നമ്മൾ കുറച്ച് ചാറോട് കൂടി തന്നെ ഓഫ് ചെയ്ത് വയ്ക്കുമ്പോഴും ആ ചൂടിലിരുന്നിട്ട് അത് നന്നായി തിക്കായിട്ട് വരും. ഇതിൻ്റെ ഞണ്ടും കാലൊക്കെ നല്ല എടുത്ത് വയ്ക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് ഞണ്ട് കറിയുടെ. ഇതിൽ മാംസം ഞാൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കപ്പയും ഈ ചാറിനോട് കൂട്ടിയിട്ട് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റായിട്ടുണ്ട്. നമുക്ക് മോനും കൊടുത്ത് നോക്കാം, എന്താണെന്ന് പറയുന്നത് നോക്കാം. കഴിച്ച് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ഞണ്ട് കറിയും നമ്മൾ കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റിയാണ്. നല്ല ഇതിൻ്റെ മണവും എല്ലാം കൂടി ചേർന്ന് വേപ്പിലയുടെയും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.